ഇത് തെലങ്കാന എന്നുള്ളൊരു കാഴ്ചയാണ്. തെലങ്കാനയിൽ വിക്രാബാദ് എന്ന് പറയുന്നൊരു ജില്ലയിൽ, പറയുന്നതിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണും കേട്ടോ, ഒന്നും തോന്നുന്നില്ല. വിക്രാബാദ്, തെലങ്കാന. അവിടെ തണ്ടൂർ എന്ന് പറയുന്നൊരു സ്ഥലത്ത്, അതിനും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, സോറി, പ്രൊനൗൺസിയേഷൻ പ്രശ്നം കാണുമായിരിക്കും, സോറി. ഈ തണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വിശാലമായിട്ടുള്ള ലൈം സ്റ്റോണിൻ്റെ ഒരു ഫാക്ടറികളുണ്ട്. 100 കണക്കിന് ഫാക്ടറികൾ. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതിപ്പോൾ പറയുമ്പോൾ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നുണ പറയുന്നതെന്ന് ആരും വിചാരിക്കില്ല കേട്ടോ. അത് സത്യമായിട്ടും കിലോമീറ്റർ കണക്കിന് നീളത്തിൽ, അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ഇപ്പം നുണ പറയുന്നതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 കിലോമീറ്റർ നീളം. ആ 10 കിലോമീറ്ററോളം നീളം ഏറ്റവും കുറഞ്ഞ് കൂട്ടിയോ. ഇതുപോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മുഴുവനും കമ്പനികളാണ്. ഇത് ഇവിടെ ഒരു KL വണ്ടി കിടപ്പുണ്ട്, KL 11 BS 1710 3 സ്റ്റാർ. എവിടുത്തെ വണ്ടിയാണെന്ന് അറിയത്തില്ല കേട്ടോ, കല്ല് കയറ്റാൻ വന്നതാണ്. ഇത് വേറൊരു ഫാക്ടറി. ഇത് മുഴുവൻ ലൈം സ്റ്റോണിൻ്റെ ഇങ്ങനെ കിലോമീറ്റർ നീളത്തിൽ, ആരോട് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല, അമ്മാതിരി നീളത്തിന് ഇതുപോലെ കമ്പനികളാണ് മുഴുവനും. ഇത് വേറൊരു കമ്പനി, ഇത് വേറൊരു കമ്പനി, ഇത് വേറൊരു കമ്പനി. എവിടെ തിരിഞ്ഞാലും കമ്പനികളാണ്. ഇതെല്ലാവരുടെയും കൂടെ വേസ്റ്റ് കൊണ്ട് ഇടുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് ഇവിടെ ഒരു കമ്പനി ഉണ്ട്, എന്നാലും ഒത്തിരി പീസുകളൊന്നും ഇരിപ്പില്ല. എല്ലാവരുടെയും കൂടെ പൊതുവായിട്ടുള്ള ഒരു വേസ്റ്റ് ഗ്യാരേജാണെന്ന് തോന്നുന്നത്. ഇത് ഇവിടെയുണ്ട്, പക്ഷെ ഇതിൻ്റെ ഒന്നും ബിഗ് സൈസ് ഒരിടത്തും കണ്ടില്ല കേട്ടോ. എല്ലാം ഈ കട്ടിങ്ങിൻ്റെ ഒരു ഭാഗങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, വലിയ സൈസുകളൊന്നും നിലവിൽ കണ്ടിട്ടില്ല. പിന്നെ ആ സൈസ് തന്നെ ലൈം സ്റ്റോണിൽ അതിൻ്റെ ബിഗ് സൈസ് കാണണമെങ്കിൽ ഈ താഴെ ഇരിക്കുന്ന ഇതാണ് ഞാനിവിടുത്തെ ബിഗ് സൈസ് കണ്ടിട്ടുള്ളൂ. ഇത് ബാക്കിയെല്ലാം സ്മോൾ സൈസ് കണ്ടിട്ടുള്ളൂ. നല്ല അടിപൊളിയായിട്ട് ഒരു ഷെഡ്, അതുപോലെ തന്നെ കല്ലുകൊണ്ട് അതിൻ്റെ റൂഫിങ്ങും. ഇതുണ്ട്, ഇതാ കല്ലുകൊണ്ടുള്ള ലൈം സ്റ്റോൺ കൊണ്ടുള്ള റൂഫിങ്ങാണ്. ഇത് ലൈം സ്റ്റോൺ കൊണ്ടുള്ളൊരു മതിൽ. ഇത് പൂട്ടിക്കിടക്കുന്ന ഒരു കമ്പനിയാണ് കേട്ടോ, നിലവിൽ വർക്കിംഗ് അല്ല. ബിഗ് സൈസ് ഫിനിഷ് ചെയ്ത ലൈം സ്റ്റോൺ കാണണമെങ്കിൽ ഇതേ ഉള്ളൂ. വേറെ വലുതായിട്ട് ഇതിൻ്റെ മേളിലുള്ള ഒരു പീസ് ഇവിടെയെങ്കിലും ഞാൻ കണ്ടില്ല. ഇതൊരു കമ്പനിയുടെ ബൗണ്ടറിയാണ്. സ്റ്റോൺ കൊണ്ട് തന്നെയാണ് ട്രാൻസ്ഫോമറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ അവിടെ സിമെൻറ്റ് കട്ടയ്ക്ക് പകരമുള്ള ലൈം സ്റ്റോണിൽ തേച്ചേക്കുന്നു. ഈ വഴി മുഴുവനും ഒരു 10-20 കമ്പനിയുണ്ടെന്ന് തോന്നുന്നു, ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട്. ഇവിടെ ഒരു കമ്പനിയുണ്ട്. ഇതും ഒരു ഫാക്ടറിയാണ്, സൺഡേ ഹോളിഡേ. ഇതുപോലെ തന്നെ വീട് പണിയുന്നുണ്ട്. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമൊക്കെ. ഇതുണ്ടോ, ഇത് ലൈം സ്റ്റോൺ കൊണ്ട് വാള് പണിതിട്ട് അതിൻ്റെ മേളിൽ ലൈം സ്റ്റോണിൻ്റെ റൂഫിങ്, നമ്മൾ ഓടൊക്കെ മേയുന്ന പോലെ ലൈം സ്റ്റോൺ കൊണ്ട് മേഞ്ഞേക്കുക. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ സൈസ് കാണിച്ചു തരാൻ ഇവിടെ ഒത്തിരി കിലോമീറ്ററുകൾ നീളത്തിൽ ഞാൻ ഈ ഫാക്ടറികൾ കണ്ടു. പക്ഷേങ്കിൽ ഇതിൻ്റെ ബിഗ് സൈസ് കാണിക്കാൻ ഒരു പീസ് പോലും എങ്ങും കണ്ടിട്ടില്ല. ഇത് കണ്ടോ, ലൈം സ്റ്റോൺ കൊണ്ട് റൂഫ് ചെയ്തേക്കുന്നത്. വലിയ പീസുകളൊന്നും കണ്ടിട്ടില്ല. ഇതുകൂട്ട് ഒത്തിരി കുഞ്ഞു കുഞ്ഞു ഷെഡുകൾ ഇവിടെയുണ്ട്. ഇത് കമ്പനിയുടെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. 100 കണക്കിന് കമ്പനി ഉള്ളതുകൊണ്ട് കമ്പനിക്ക് പേരുണ്ടോയെന്ന് പോലും അറിയത്തില്ല. കടപ്പാക്കല്ല് കട്ട് ചെയ്തതിൻ്റെ ബാക്കി വേസ്റ്റ് ആട്ടോ. പൗഡറും
വേസ്റ്റ് എല്ലാം അങ്ങനെ ഇട്ട്. എല്ലായിടത്തും ഇതുപോലെ ഒരു പ്രദേശം മുഴുവനും ഉണ്ട്.